ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നത്. ആദ്യം തന്നെ നിങ്ങളിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നോടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ ഐ ഡീസും കാണിക്കും. ജിമെയിൽ ഐ ഡി കാണിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടിക്ക് മാർക്കും കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഒരു 400 കോയിൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യുന്ന ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം എല്ലാ ഗെയിംസും 5 മിനിറ്റ് ഡയറക്ഷനുള്ള ഗെയിംസുകളാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ പറ്റും. ബോട്ടിൽ ഷോട്ട്, ചെസ്, അതേപോലെ സിറ്റി ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിംസ് ഉണ്ട്. ഏതൊരു ഗെയിം എടുത്താലും കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ടെമ്പിൾ റൺ പോലത്തെ റൺസ് ഉണ്ട്, ടെമ്പിൾ റൺ 2. അതേപോലെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്ന ധാരാളം ഗെയിംസുകളുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗെയിംസുകളുണ്ട്. എല്ലാം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ ബോട്ടിൽ ഷൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ആ ഗെയിം ലോഡാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗെയിം ലോഡാകും. ലോഡായ ശേഷം നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു ആഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ലോഡിങ്. ഇപ്പം ലോഡിങ് ഗെയിം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പം ഗെയിമിംഗ് സൂപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് ഇതിനകത്ത് ഗെയിമുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് വെച്ച് കളിച്ച് ഇതിനകത്ത് ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേന് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിവിടെ പ്ലേ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും മേളിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു റോസ് കളറിൽ ക്ലെയിം എന്ന് പറഞ്ഞു വരും. അവിടെ ആയിരിക്കും നിങ്ങളുടെ കോയിൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ആഡ് വരും. ആ ആഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൻ്റെ വാലറ്റിലേക്ക് കോയിൻ ആഡാകും. ഈ കോയിൻ ആഡായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കോയിൻ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് UPIയിലേക്ക് പൈസയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ക്ലെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം തന്നെ ആഡ് വരുന്നതായിരിക്കും. ആഡ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൽ നിന്ന് മണി ഏൺ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം ഏറ്റവും മുകളിലായിട്ട് റോസ് കളറിനകത്ത് ക്ലെയിം എന്ന് വരുമ്പോൾ അവിടെ ക്ലെയിം എന്ന് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ധാരാളം ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് റിവാർഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്ലിക്കേഷൻ അതായത് ടാസ്കുകളുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അവർ ലക്കി സ്പിൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിവാർഡ് വരുന്നത്. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് എന്നുള്ളത് തൊഴിൽ നിങ്ങൾക്ക് ലക്കി സ്പിന്നിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളത് കാണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലക്കി സ്പിന്നിനകത്ത് എൻ്റർ ആവാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ലക്കി സ്പിന്നിൽ ജോയിൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫ്ലിപ്പ് ദ കാർട്ട് എന്നുള്ളത് ഇമെയിൽ ID എടുത്ത് കാണുന്നത്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് അതായത് ആർട്സ് കണ്ടുകൊണ്ട് മണി ഏൺ ചെയ്യും. അതിനുശേഷം റിവാർഡഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് നല്ല വാച്ച് 2 ഫ്രീ കോയിൻസ് എവറി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വാച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ ബാക്കായിട്ട് അപ്പോൾ ആർട്സ് കണ്ട് ബാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വി ഹാവ് ആഡഡ് 10 കോയിൻസ് ഇൻ യുവർ വാലറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ക്ലോസ് എന്ന് കാണാൻ പറ്റും. അപ്പം ക്ലോസ് എന്ന് ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട് 425 കോയിൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആർട്സ് കണ്ടുകൊണ്ട് മണി ഏൺ ചെയ്ത് പറ്റുന്നതാണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു ഇതുമില്ലാതെ സെൽഫായിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും ഈ ആർട്സ് കൊണ്ട്. അതേപോലെ ഈ സർവേക്ക് പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സർവേ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മാത്രം സർവേ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞത് പിന്നെ നിങ്ങൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നതായിരിക്കും സർവേയിൽ. പിന്നെ നിങ്ങൾക്ക് അതൊരു ടൈം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സർവേ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സർവേയിൽ നിന്നും മണി ഏൺ ചെയ്യാൻ പറ്റും. അതായത് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷനാണ് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷ് ഔട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ക്യാഷ് ഔട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് തന്നെ UPI ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലിപ്കാർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗെയിംസായ ഫ്രീ ഫയർ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ഈ മൊബൈൽ രുമ്പി ഇങ്ങനെ പറയുന്ന എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ക്യാഷ് ഓഫ് റോയൽ വ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഗെയിമിങ്ങിലോട്ട് വിഡ്രോ ചെയ്യാം. അതായത് നിങ്ങൾക്ക് UPI ഉപയോഗിക്കുന്നവരെ UPIയിലേക്ക് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് നമ്മളിവിടെ UPIയിലാണ് വന്നത്. സെലക്ട് നിങ്ങൾ UPI എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ UPI ID കൊടുക്കുക. UPIയിലേക്ക് മിനിമം വിഡ്രോ വരുന്നത് 50 രൂപയാണ്. അത് നിങ്ങൾ ഓർക്കണം. 50 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5000 കോയിൻ വേണം. 5000 കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 50 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ.
അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആമസോൺ പേയുടെയും കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ആമസോൺ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആമസോൺ പേയിൽ നിങ്ങൾക്ക് 10 രൂപയായിട്ട് വിഡ്രോ ചെയ്ത്, അതായത് 1000 കോയിൻ ഉണ്ടെങ്കിൽ 10 രൂപയായിട്ട് നിങ്ങൾക്ക് ആമസോൺ പേയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ അതിലോട്ട് വിഡ്രോ ചെയ്ത് ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ ടെലിഗ്രാം ചാനലിലും ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് നമുക്ക് കാണാം.